അയ്യോ അറിഞ്ഞ വിശേഷം അടി ഒരിഞ്ഞടി എവിടെ ഇവിടെ പെർമിഷൻ ഇല്ലാതെ എടുക്കണേനെ അടിച്ചു മാറ്റാൻ തന്നെയാണ് പറയാ. ഞാൻ മോഷ്ടിക്കുമായിരിക്കും, പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. നീ അടിച്ചു മാറ്റി ചോക്ലേറ്റ് അടിച്ചു മാറ്റി വെച്ച് ഞാൻ പബ്ലിക്കായിട്ട് ഇവിടെ ആൾക്കാരെ ഫ്രണ്ട് വെച്ചാ എടുത്തത്. മനസ്സിലായോ? നീ അടിച്ചു മാറ്റി നീയാ കള്ളൻ. പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം പെർമിഷൻ എടുക്കാതെ അടിച്ചു മാറ്റുക എന്ന് തന്നെ പറയാം. അത് നീ പറഞ്ഞാ മതി. ജനങ്ങളെ കൊള്ളക്കാരൻ ഞാൻ കള്ളൻ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ പട്ടി അല്ലെങ്കിൽ നിന്റെ ചട്ടി. നീ തറവാട്ടി പറഞ്ഞവനല്ലേ നക്കിത്തരം കാണിക്കാതെ. നീയല്ല നക്കിത്തരം കാണിക്കുന്ന നക്കി, യച്ചത്തരം കാണിക്കുന്ന യച്ചി കാണുന്നുണ്ട്. നീ കൊള്ളക്കാരൻ ഞാൻ കള്ളൻ, രണ്ടും ഡിഫറന്റ്. കൊള്ളക്കാരൻ അന്തസ്സുള്ള കൊള്ളക്കാരനാടാ. അന്തസ് വേണോടാ അന്തസ്. അപ്പൊ നീ എനിക്ക് പുള്ളി വിലയിലൂടെ തരുന്നത്. പുള്ളി വില. ഹ്യൂമൻ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ കണ്ടാൽ അറിയാം അയാൾ കള്ളനാണോ കൊലപാതകയാണോ എന്ന്. നീ കള്ളനാ. എടാ കൊള്ളക്കാരന് കള്ളൻ. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ബലം പ്രയോഗിച്ചെടുക്കുന്നവൻ കൊള്ളക്കാരൻ, അറിയാതെ ഉപദ്രവം ഇല്ലാതെ എടുക്കുന്നവൻ കള്ളൻ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമയെന്നർത്ഥം ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. കൊള്ളക്കാരനേക്കാളും ന്യായം കള്ളന്റെ ഭാഗത്താ. ഒന്ന് പോടാ കൊച്ചറക്കാൻ. കൊള്ളക്കാരനേക്കാളും ന്യായം കള്ളന്റെ ഭാഗത്താ. ഓക്കെ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. വയലന്റ് വെച്ച് നടക്കുന്നവരെ നാക്കിനേക്കാൾ നീളം ഉണ്ടല്ലോ തന്റെ നാക്കിന്. കൊള്ളക്കാരനേക്കാളും ന്യായം കള്ളന്റെ ഭാഗത്താ. ഓക്കെ, കള്ളം തന്നെടാ. എന്താ ഇത്? ഒരു നിസ്സാര കാര്യത്തിന് പരസ്പരം വഴക്കടിച്ച് മുഖം വീർപ്പിച്ചിരിക്കാൻ നാണമില്ല നിങ്ങൾക്ക്? കട്ട് നിന്ന് നിന്റെ വയറ്റി പിടിക്കാൻ നോക്ക് നീ. പോക്കർത്തരം പറയരുത്. കട്ട് നിന്ന് നിന്റെ കവാലം അടിച്ചു പൊളിക്കും കേട്ടോ. നീ ഒന്ന് കവാലൊന്നും അടിച്ചു പൊട്ടിച്ച് കാണിച്ചെന്നേ റോക്കി. നീ ഒന്ന് അടിച്ചു പൊട്ടിച്ച് കാണിച്ചെന്നേ. നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. അറിയാം നീ മൊത്തമായി നീ ഒന്ന് അടിച്ചു പൊട്ടിച്ച് കാണിച്ചാ റോക്കി. നീ കുറെ നാളായാലും തുടങ്ങിയിട്ട് ഫിസിക്കൽ അസോൾട്ടിന്റെ ഭീഷണി. നീ എത്ര നാൾ ഭീഷണിപ്പെടുത്തും? അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലുന്നുണ്ട്. എന്നെ പിടിക്കാൻ എന്തിന് വെറുതെ ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, പിന്നെ നിന്റെ ഭീഷണി നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താങ്കളുടെ ഭീഷണി ഈ മാമച്ചനോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കാമാണ്. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവന് അടങ്ങും. ഇവൻ നേരെയാവുന്നത് എനിക്ക് തോന്നുന്നില്ല. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് പോലീസ് എന്ത് ഡീസന്റ് ഇല്ലേ? പിന്നല്ലാതെ ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയില്ലടാ. പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരുന്നുണ്ട്. ബിഗ് ബോസ് പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരുന്നുണ്ട്. സ്പേസിലേക്ക് പേടിച്ചു. എന്നൊരു ഈദ്യമീനാക്കരുത് കേട്ടോ. എന്നെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവുന്ന് വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളി കയറ്റിയാൽ മതിയായിരുന്നു. ചേട്ടാ കാണാം. കണ്ടെങ്കിൽ കണ്ടെന്ന് പറയാം. വഴി നടന്നു